കോഴിക്കോട് വടകര കരുവാഞ്ചേരിയിൽ കോൺഗ്രസ് നേതാക്കളുടെ വീടിന് നേരെ ആക്രമണം. സ്ഫോടക വസ്തു വലിച്ചെറിയുകയായിരുന്നു. വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു, പാലയോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു എന്നിവരുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവർ അച്ഛനും മകനുമാണ്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകുക. ഗൂഗിൾ, എപ്പോഴാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? അനു, ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. രണ്ടുപേരടങ്ങുന്ന സംഘമാണ് ഈ വീടിന് നേരെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത് മൂലം ഇവരുടെ വീടിന്റെ വാതിലിനും ഭിത്തിക്കും തകരാറ് സംഭവിച്ചതായിട്ട് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വിഷ്ണുവിന്റെ ഭാര്യയും ഒരു വയസ്സുള്ള കുട്ടിയും തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. CPM നേതാക്കളാണ് ഇതിന് പിന്നിൽ എന്നാണ് കോൺഗ്രസിന്റെയും വിഷ്ണുവിന്റെയും ഈ പറഞ്ഞ ബാബുവിന്റെയും ഒക്കെ പ്രതികരണം അല്ലെങ്കിൽ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഷാഫി പറമ്പിൽ ജയിച്ചതുമായി ബന്ധപ്പെട്ട് ഈ വിഷ്ണുവിന്റെ അനുജൻ വൈശാഖും നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയിൽ ഇവർ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് CPM പ്രവർത്തകരിൽ നിന്ന് ഇരുവർക്കും നേരത്തെ തന്നെ ഫോൺ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ ഭീഷണി ഉണ്ടായിട്ടുള്ളതായിട്ട് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഈ ഭീഷണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇവരുടെ വീടിന് നേരെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായത്. വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബുവും പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണുവും ഇവർ അച്ഛനും മകനുമാണ്. ഇവരുടെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി 12 മണിയോടെ ഇത്തരത്തിൽ അക്രമം ഉണ്ടായത്. ഇന്നലെ തന്നെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പയ്യോളി CI സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി CI ഇവിടെ എത്തി പരിശോധന നടത്തി. ഇന്ന് രാവിലെ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ചില സംഭവങ്ങൾ, നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സുരക്ഷ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തിയിരുന്നു. അതിനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ CPM പ്രവർത്തകർ കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഈ രംഗത്തെത്തിയിരുന്നു. CPM പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.